വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. ജെസി ആണ്, ജിതിൻ സാറാണ് സംസാരിക്കുന്നത്. മക്കളെ, നിങ്ങൾക്ക് തന്നെ ഒരു സംശയം ഉണ്ടാവും, സാറേ ഇങ്ങനെ ഒരു ഇൻട്രോയില് അതേപോലെ തന്നെ ഈ ഒരു ലാലേട്ടനെയൊക്കെ കാണിച്ചിട്ട് നിങ്ങൾ എന്താണ് ഇന്ന് പറയാൻ പോകുന്നത്? നിങ്ങൾക്കൊരു ആകാംക്ഷ ഉണ്ടാവും. മക്കളെ, ഞാൻ ലാലേട്ടനെ കുറിച്ചല്ല പറയാൻ പോകുന്നത്, അതിന്റെ തൊട്ടടുത്ത് ഒരാൾ ഇരിക്കുന്നുണ്ടല്ലോ, അതാരാണ്? ആ ഉണ്ണിക്കുട്ടൻ എന്നൊക്കെ പറയുന്ന യോധ എന്ന് പറയുന്ന സിനിമയ്ക്കകത്തെ ഒരു കഥാപാത്രമാണ്. അദ്ദേഹം ആരാണ്? ബുദ്ധ ഭിക്ഷുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ആ ബുദ്ധ ഭിക്ഷു എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പ്രധാനപ്പെട്ട ടോപ്പിക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ബുദ്ധമതമായിരിക്കും. മക്കളെ, നിങ്ങൾ നോക്ക്, ബുദ്ധമതത്തിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. 8ാം ക്ലാസ്സിനകത്തെ ടുവേഴ്സ് ദ ഗാൻജറ്റിക് പ്ലേറ്റ്സ് അല്ലെങ്കിൽ ഗംഗാ സമതലത്തിലേക്ക് എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ടല്ലോ, ആ ചാപ്റ്ററിനകത്ത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ട ഒരു ഭാഗമാണ് ബുദ്ധമതം. ആ ബുദ്ധമതത്തിനെ കുറിച്ചുള്ള ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ എന്ത് ചെയ്യാം, ബുദ്ധമതം എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് പഠിക്കാം. മക്കളെ, നിങ്ങൾക്കറിയാം ബുദ്ധമതം സ്ഥാപിച്ചിട്ടുള്ളത്, അതിന്റെ ഫൗണ്ടർ അല്ലെങ്കിൽ അതിന്റെ സ്ഥാപകൻ എന്ന് പറയുന്നത് ശ്രീബുദ്ധനാണ്. ശ്രീബുദ്ധനെ കുറിച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. ശ്രീബുദ്ധൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം എന്ന് പറയുന്നത് സിദ്ധാർത്ഥ എന്നാണ് അദ്ദേഹത്തിന്റെ നാമം. അദ്ദേഹം പ്രധാനമായിട്ടും നേപ്പാളിലെ കപിലവസ്തുവിലാണ് അദ്ദേഹം ജനിച്ചിട്ടുള്ളത്. ലുംബിനിയാണ് അദ്ദേഹം ജനിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന് ബോധോദയം ഉണ്ടായ സ്ഥലമാണ് ഇത്, ബോധ്ഗയ എന്ന് പറയുന്ന സ്ഥലത്താണ്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ സ്പീച്ച് അല്ലെങ്കിൽ ആദ്യത്തെ ഈ പറയുന്ന പ്രസംഗം എന്ന് പറയുന്നത് സാരനാഥിൽ വെച്ചാണ് നടത്തിയത്. അദ്ദേഹം മരണപ്പെട്ടത് കുശി നഗരം എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ്. ഇത് ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ഇനി മക്കളെ, നിങ്ങൾ നോക്ക്, അദ്ദേഹത്തിന്റെ പ്രധാനമായിട്ട് ബുദ്ധമതത്തിന്റെ ഒക്കെ തന്നെ പ്രാധാന്യം നമ്മൾ കാണാം. ഇന്ത്യക്കകത്ത് വലിയ തരത്തിലേക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള, പ്രത്യേകിച്ച് നിങ്ങൾ കണ്ടത് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന വേദമതത്തിനകത്ത് ഉണ്ടായിരുന്ന ബ്രാഹ്മണിക് ഡോമിനേഷനൊക്കെ തന്നെ എതിർത്ത് നിന്നിട്ടുള്ള ആൾക്കാരാണ് ബുദ്ധമതവും. അതേപോലെ തന്നെ അതിന്റെ സമീപ കാലത്തുണ്ടായ വേറൊരു മതം കൂടിയാണ് ഇത്, ജൈനമതവും. ഇനി മക്കളെ, നിങ്ങൾക്കാണ് ബുദ്ധമതാണെങ്കിലും ജൈനമതാണെങ്കിലും അതിൻ്റെയൊക്കെ തത്വങ്ങൾ നമുക്ക് പഠിക്കണം. ആ പ്രധാനപ്പെട്ട തത്വങ്ങളിലേക്കാണ്, ബുദ്ധമതത്തിന്റെ പ്രധാനപ്പെട്ട തത്വങ്ങളിലേക്കാണ്. തത്വങ്ങളും അതിന്റെ കാഴ്ചപ്പാടുകളാണ് ഫിലോസഫി ആൻഡ് ഔട്ട്ലുക്ക് ഓഫ് ബുദ്ധ. അപ്പൊ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്, അവർ പ്രാധാന്യം കൊടുത്തിരുന്ന ഒരു കൺസെപ്റ്റ് ആണ് അഹിംസ അല്ലെ. അപ്പൊ നോക്ക്, ദ കൺസെപ്റ്റ് ഓഫ് അഹിംസ ഗേവ് ഇമ്പോർട്ടൻസ് ടു ഹ്യൂമൻ ബീങ്സ്. അപ്പൊ നിങ്ങൾക്കറിയാം, പ്രധാനമായിട്ട് അവർ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്ന ഒരു കൺസെപ്റ്റ് ആണ് ഇത്. അഹിംസയ്ക്ക് എന്ത് ചെയ്തിരുന്നു, അവർ വലിയ തരത്തിലേക്ക് ഇതുപോലെ തന്നെ എന്ത് ചെയ്തിരുന്നു, ഇമ്പോർട്ടൻസ് അവർ കൊടുത്തിരുന്നു. അതേപോലെ തന്നെ നെക്സ്റ്റ് വൺ നോക്ക്, ഗേവ് ഇമ്പോർട്ടൻസ് ടു വൺസ് ഓൺ കർമ്മ. രണ്ടാമതായിട്ട് അവർ കർമ്മത്തിന് പ്രാധാന്യം കൊടുത്തിരുന്നു. അതായത് ഈ പറയുന്ന കർമ്മത്തിന്, ഒരു വ്യക്തിയുടെ കർമ്മത്തിന് വലിയ പ്രാധാന്യം എന്തിരുന്നു, ഈ പറയുന്ന ബുദ്ധിസം കൊടുത്തിരുന്നു. അപ്പൊ നമ്മുടെ കർമ്മമാണ് നമ്മുടെ പുനർജന്മത്തിനെയൊക്കെ തീരുമാനിക്കുന്നത് എന്ന് എന്ത് ചെയ്തിരുന്നു, അവർ വിശ്വസിച്ചിരുന്നു. അപ്പൊ ജീവിച്ചിരിക്കുമ്പോൾ നല്ല കാര്യങ്ങൾ ചെയ്യുക, നല്ല കാര്യങ്ങൾ ചെയ്താൽ പുനർജന്മത്തിൽ അവർക്ക് എന്ത് ചെയ്യും, നല്ല ആളുകളായി മാറും എന്നുള്ള ഒരു വിശ്വാസം അവർക്കിടയിൽ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ നിങ്ങൾ നോക്ക്, അവർ പറയുന്നുണ്ട്, ലൈഫ് ഈസ് ഫുൾ ഓഫ് മിസറീസ് ദാറ്റ് ദ കോസ് ഓഫ് സഫറിംഗ് വാസ് ഹ്യൂമൻ ഡിസയർ എന്ന് പറയുന്നുണ്ട്. അവർ പറയുന്നുണ്ട്, ജീവിതം എന്ന് പറഞ്ഞാൽ എന്താണ്, ദുഃഖപൂർണ്ണമാണ് അല്ലെങ്കിൽ ദുരിതപൂർണ്ണമാണ്. അപ്പൊ അവർ പറയാണ്, ആഗ്രഹങ്ങളാണ് ദുഃഖങ്ങൾക്ക് കാരണം എന്ന് എന്ത് ചെയ്യുന്നുണ്ട്, അവർ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നതാണ്, കൂടുതൽ ആഗ്രഹിക്കുന്നതാണ് ദുഃഖത്തിന്റെ കാരണം എന്ന് അവർ പറയുന്നുണ്ട്. അതേപോലെ തന്നെ പറയുന്നു, നോക്ക്, ഗേവ് ഇമ്പോർട്ടൻസ് ടു മോറൽ ലൈഫ്സ് ഓഫ് പീപ്പിൾ അല്ലേ. പ്രധാനമായിട്ടും വ്യക്തിയുടെ ധാർമ്മിക ജീവിതത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നുണ്ട് ആര്, ബുദ്ധിസം. ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ബുദ്ധിസത്തിന്റെ പ്രധാനപ്പെട്ട തത്വങ്ങളായിട്ട് നമ്മൾ പഠിക്കണം. മക്കളെ, ഇനി നിർബന്ധമായി പഠിച്ചിരിക്കേണ്ടത്, ഈ ബുദ്ധിസം എന്താണ് നമ്മുടെ ഇന്ത്യൻ കൾച്ചർ അല്ലെങ്കിൽ ഇന്ത്യൻ സംസ്കാരത്തിന് എന്ത് സംഭാവനയാണ് നൽകിയത്, അതാണ് നമ്മൾ ഇനി നോക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോക്ക്, ദ കോൺട്രിബ്യൂഷൻ ഓഫ് ബുദ്ധിസം ടു ദ ഇന്ത്യൻ കൾച്ചർ അല്ലെങ്കിൽ ഈ ബുദ്ധമതം ഇന്ത്യയുടെ സംസ്കാരത്തിന് നൽകിയ സംഭാവനകളെ കുറിച്ചാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ സംഭാവന എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കിയാൽ മതി, ഏറ്റവും പ്രധാനമായിട്ട് നോക്ക്, ഇറ്റ് ഹെൽപ്പ് ടു ഡെവലപ്പ് ദ ഗ്രോത്ത് ഓഫ് ഡെമോക്രാറ്റിക് ആൻഡ് വാല്യൂ ഓറിയന്റഡ് അവയർനെസ് ഇൻ ദ സൊസൈറ്റി. മക്കളെ, നിങ്ങൾ കണ്ടത് ജനാധിപത്യ, ഈ പറയുന്ന നമ്മുടെ ബുദ്ധിസത്തിലെ ബുദ്ധ സംഘങ്ങളൊക്കെ തന്നെ ജനാധിപത്യ ബോധവും അതുപോലെ തന്നെ മൂല്യബോധവും വളർത്തുന്നതിൽ വലിയ തരത്തിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, പങ്കുവഹിച്ചിട്ടുണ്ട്. ഈ രണ്ട് പ്രധാനപ്പെട്ട പോയിന്റുകൾ പഠിച്ചു വെച്ചോളൂ. അതേപോലെ തന്നെ നെക്സ്റ്റ് വൺ നോക്ക്, ദ പ്രോഗ്രസ് ഇൻ ദ ഫീൽഡ് ഓഫ് ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ ആണ്. ഈ പറയുന്ന കലാരംഗത്ത് നിരവധി പുരോഗതികൾ എന്ത് ചെയ്തിട്ടുണ്ട്, കൈവരിച്ചിട്ടുണ്ട്. എക്സാമ്പിൾ, ഗുഹകൾ, ചൈത്യങ്ങൾ, വിഹാരങ്ങൾ, സ്തംഭങ്ങൾ, ഇതൊക്കെ ആ കാലഘട്ടത്തിൽ, ബുദ്ധന്മാരുടെ കാലഘട്ടത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, നിർമ്മിച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട ഗുഹകളെയൊക്കെ നിങ്ങൾക്ക് കാണാം, ഇതൊക്കെ ഒരു ഗുഹയാണ്. ആ ഗുഹയ്ക്കുള്ളിലൊക്കെ എത്ര മനോഹരമായിട്ടുള്ള വാസ്തുവിദ്യയാണ് അവർ ചെയ്തത് എന്ന് മക്കൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. അതൊക്കെ ആ കാലഘട്ടത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഇനി അതുകൂടാതെ മക്കളെ, നിങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം, ദ വിഹാരാസ് ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദ പ്രോഗ്രസ് ഓഫ് എഡ്യൂക്കേഷൻ. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും, വിദ്യാഭ്യാസം അല്ലെ, വിദ്യാഭ്യാസ പുരോഗതിയിൽ ബുദ്ധവിഹാരങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അതുകൂടാതെ നോക്ക്, ദ മേജർ റോൾ പ്രൊമോട്ടിംഗ് ദ ട്രേഡ് ആൻഡ് കൾച്ചറൽ റിലേഷൻ ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് നൈബറിംഗ് കൺട്രീസ്. വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള വാണിജ്യ സാംസ്കാരിക ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിൽ ബുദ്ധമതം നമ്മളെ എന്ത് ചെയ്തിട്ടുണ്ട്, സഹായിച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് വൺ നിങ്ങൾ നോക്ക്, പ്രധാനപ്പെട്ട ബുദ്ധമത കേന്ദ്രങ്ങളാണ് ഈ പറയുന്ന മ്യാൻമർ ഉണ്ട്, ജപ്പാൻ ഉണ്ട്, ചൈനയുണ്ട്, ശ്രീലങ്കയുണ്ട്, ജാവയുണ്ട്, സുമാത്രയുണ്ട്. ഇതൊക്കെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളാണ്. അതേപോലെ തന്നെ ഈ പറയുന്ന യൂണിവേഴ്സിറ്റീസ്, ആ കാലഘട്ടത്തിൽ ഒരുപാട് സർവകലാശാലകൾ ഉയർന്നു വന്നിട്ടുണ്ട്. അതിലാണ് നളന്ദ, തക്ഷശില, വിക്രമശില, ഇതൊക്കെ ആ
കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റിയാണ്, ഇതൊക്കെ തന്നെ പഠന കേന്ദ്രങ്ങൾ കൂടിയാണ് എന്നുള്ളത് മക്കൾ മനസ്സിലാക്കി വെക്കുക. അതിനകത്ത് നളന്ദയുടെ പ്രധാനപ്പെട്ട ഒരു പിക്ചറാണ് നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റുന്നത്. ഇനി ഇത്രയും പടർന്ന് പന്തലിച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു മതം എന്തുകൊണ്ട് ഇല്ലാതായി, അതാണ് നമ്മൾ ഇനി നോക്കുന്നത്. അതാണ് മക്കളെ നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ബുദ്ധമതത്തിന്റെ അധപതനത്തിന്റെ കാരണങ്ങളാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണാം ദ ഡിക്ലൈൻ ഓഫ് ബുദ്ധിസമാണ്, ബുദ്ധിസത്തിന്റെ തകർച്ചയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇനി പറയാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ നിങ്ങൾ നോക്ക്, ബുദ്ധിസം ടീച്ചിങ് ആൻഡ് ഐഡിയോളജീസ് ഫെയിൽഡ് ടു റിസീവ് മച്ച് സപ്പോർട്ട് ഫ്രം ദ ലേറ്റർ റൂളേഴ്സ് ആണ്. പ്രധാനമായിട്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ പിന്നീട് വന്നിട്ടുള്ള രാജാക്കന്മാരുടെ പിന്തുണ ബുദ്ധമതത്തിന് എന്ത് ചെയ്തില്ല, ലഭിച്ചില്ല. രാജാക്കന്മാരുടെ പിന്തുണ ലഭിച്ചില്ല. അതാണ് ഒന്നാമത്തെ റീസൺ. ഇനി രണ്ടാമത്തെ നിങ്ങൾ നോക്ക്, ബുദ്ധിസം ഡിവൈഡഡ് ഓർ ഇറ്റ് സ്പ്ലിറ്റ് ഇൻ ടു സെക്ട്സ്, ദാറ്റ് ഈസ് മഹായാനം ആൻഡ് ഹീനയാനം. അതായത് ബുദ്ധമതം പിന്നീട് എന്ത് ചെയ്തിട്ടുണ്ട്, രണ്ട് വിഭാഗങ്ങളായിട്ട് വിഭജിച്ചിട്ടുണ്ട്. ആ ഹീനയാനം എന്നും മഹായാനം എന്ന പേരിലും. അതാണ് ബുദ്ധമതത്തിന് തകരാനുള്ള അടുത്തൊരു കാരണം അല്ലേ. മഹായാനം ഹീനയാനം എന്നിങ്ങനെ ബുദ്ധമതം എന്ത് ചെയ്തു, വിഭജിക്കപ്പെട്ടു. അതും ഒരു പ്രശ്നം തന്നെയാണ്. ഇനി നെക്സ്റ്റ് വൺ നിങ്ങൾ നോക്ക്, ദ റിവൈവൽ ഓഫ് വേദിക് റിലീജിയൻ അഡ്വൈസ്ലി എഫക്ട് ദ പ്രോഗ്രസ് ഓഫ് ബുദ്ധിസം. പ്രധാനമായിട്ടും വൈദിക മതത്തിന്റെ പുനരുദ്ധാരണം ഇതേപോലെ തന്നെ ബുദ്ധമതത്തിന്റെ വളർച്ചയെ സ്വാധീനിച്ചു. അപ്പോൾ മക്കളെ ഇത്തരത്തിലുള്ള 3 പ്രധാനപ്പെട്ട പോയിന്റാണ് ബുദ്ധമതത്തിന്റെ പ്രധാനപ്പെട്ട തകർച്ചയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോയ്ക്കകത്ത് ബുദ്ധിസവുമായി ബന്ധപ്പെട്ട ഏറ്റവും ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്താലാണ് നിങ്ങൾക്ക് കിട്ടിയെന്നാണ് വിചാരിക്കുന്നത്. ഇനി മക്കളെ നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മഹാനായിട്ടുള്ള 2 ആൾക്കാരെ നിങ്ങൾക്ക് കാണിച്ചു തരാം. 2 പ്രധാനപ്പെട്ട ബുദ്ധൻ മഹാനാണല്ലോ, അതേപോലെ തന്നെ 2 മഹാനായിട്ടുള്ള ഒരു വേറൊരാളെയും കൂടി ഞാൻ കാണിച്ചു തരാണ്. വേറൊന്നല്ല, ഇത് ബിഗ് ബുദ്ധ എന്ന് പറയുന്ന സ്റ്റാച്യൂവിനകത്ത് ഞാൻ പോയ സമയത്ത് അത് കാണുന്ന സമയത്ത് എന്താണ് ജസ്റ്റ് ഞാൻ എടുത്ത ഒരു പിക്കാണ് എന്നുള്ളത് മക്കളെ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി അപ്പോൾ മക്കളെ ഇത്രയും ഓക്കെയാണല്ലോ, സെറ്റാണല്ലോ. അപ്പോൾ മക്കൾ നിർബന്ധമായിട്ടും ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തണം. നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിർബന്ധമായി നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തണം. അതുകൂടാതെ ചാനൽസ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർ നിർബന്ധമായിട്ടും എന്ത് ചെയ്യാം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. ബായ്.